ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SAT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററാണ് കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രാചീന കാലത്തെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത്. മനുഷ്യർ പുരാതന കാലത്ത് കാട്ടിലാണ് താമസിച്ചിരുന്നത്. അവർ മൃഗങ്ങളെ വേട്ടയാടിയാണ് ഭക്ഷണം കണ്ടെത്തിയത്. മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി അവർ കല്ലും മരക്കമ്പുകളും ഉപയോഗിച്ചിരുന്നു. ചിത്രത്തിൽ നമുക്ക് അതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യർക്ക് ആനയുടേതുപോലെ വലിയ ശരീരമോ പുലിയുടേതുപോലെ കൂർത്ത നഖങ്ങളോ കാട്ടുപോത്തിന്റെ കരുത്തോ ഇല്ല. അതിനാൽ ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആദിമ മനുഷ്യന് ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു. ഇതിനായി ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് കല്ല്, ശിലയായിരുന്നു. ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തു എന്തായിരുന്നു? ശിലയായിരുന്നു. അതിനാൽ ഈ കാലഘട്ടം എങ്ങനെ അറിയപ്പെട്ടു? ശിലായുഗം എന്ന് അറിയപ്പെട്ടു. പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ: പഞ്ചാബിലെ സോഹൻ താഴ്വര, ആന്ധ്രാപ്രദേശിലെ കർണൂൽ, കാശ്മീർ താഴ്വര, തമിഴ്നാട്ടിലെ അതിരമ്പാക്കം തുടങ്ങിയവ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ്. വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചുമാണ് ഇവർ കഴിഞ്ഞിരുന്നത്. പ്രാചീന ശിലായുഗ മനുഷ്യർ ചിത്രരചന നടത്തിയിരുന്നു. കല്ലുകൾ കൊണ്ടായിരുന്നു അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിന് സമീപമുള്ള ഭിംബേട്കയിൽ പ്രാചീന ശിലായുഗ കാലത്തെ ചിത്രങ്ങൾ കാണാവുന്നതാണ്. നമ്മൾ ആ ഒരു ചിത്രം കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടായിരുന്നല്ലേ. പ്രാചീന ശിലായുഗം, ഇവിടെ എന്താ കാണിച്ചേക്കുന്നത്? പ്രാചീന ശിലാ ആയുധങ്ങളാണ് കാണിച്ചേക്കുന്നത്. ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പരുക്കൻ കല്ലുകളാണ് ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കല്ലുകൾ ഉപയോഗിച്ചിരുന്നത്? മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ, കായ്കനികൾ ശേഖരിക്കാൻ. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ എങ്ങനെ അറിയപ്പെടുന്നത്? പ്രാചീന ശിലായുഗമെന്നാണ് അറിയപ്പെടുന്നത്. ഗുഹകളിലായിരുന്നു അക്കാലത്തെ മനുഷ്യർ താമസിച്ചിരുന്നത്. എവിടെയായിരുന്നു? ഗുഹകളിലായിരുന്നു അക്കാലത്ത് മനുഷ്യരുടെ താമസം. കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും അവർ ഭക്ഷണമായി ഉപയോഗിച്ചു. എങ്ങനെയാണ്? കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും അവർ ഭക്ഷണമായി ഉപയോഗിച്ചു. അക്കാലത്താണ് മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിലാണ് മനുഷ്യർ തീ ഉപയോഗിച്ചത്. പ്രാചീന ശിലായുഗത്തിലാണ് അവര് ശില ഉപയോഗിച്ചത്. ശില ഉപയോഗിച്ചുകൊണ്ടാണ് ശിലായുഗം എന്നറിയപ്പെട്ടത്. പിന്നീട് അവര് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി? മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ തുടങ്ങി, കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കുകയും കായ്കനികൾ ശേഖരിക്കാനൊക്കെ തുടങ്ങി. ആ ഒരു കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പ്രാചീന ശിലായുഗത്തിലാണ് തീ കണ്ടുപിടിച്ചത്. ഇവിടെ പ്രാചീന മനുഷ്യര് തീ ഉപയോഗിക്കുന്ന ചിത്രമാണ് കാണിച്ചേക്കുന്നത്. അത് ചിത്രകാരന്റെ ഭാവനയിലാണ്. കണ്ടോ, അവിടെ ഒരു മൃഗം കിടപ്പുണ്ട്. അതിനെ എന്തിനാണ്? വേവിച്ച് തിന്നാനായിരിക്കും അവർ തീ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തീ അവർ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും? തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ തീയിട്ട് മൃഗങ്ങളിൽ നിന്ന് വേണമെങ്കിൽ രക്ഷ നേടാനൊക്കെ അവർ തീ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, റോമില ദാപ്പർ ഇന്ത്യ ചരിത്രത്തിൽ പറയുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കാം. രാത്രിയിൽ എല്ലാവരും ഒരു ഗുഹയിൽ കൂടി കഴിയുമ്പോൾ അതിന്റെ കവാടത്തിൽ തീ എരിച്ച് വെക്കും. ഇത് ഗുഹയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വന്യമൃഗങ്ങളെ തടഞ്ഞ് മഞ്ഞുകാലത്ത് തണുപ്പിലും കൊടുങ്കാറ്റുള്ള രാത്രികളിലും തീ തന്നെയായിരിക്കും സുഖവും സംരക്ഷണവും നൽകിയിരുന്നത്. തീയുടെ കണ്ടുപിടുത്തം യാദൃച്ഛികമായിരുന്നു. 2 കഷ്ണം തീക്കല്ലുകൾ തമ്മിൽ ഉരസുമ്പോൾ തീപ്പൊരിയുണ്ടായി. ഇത് തട്ടിയപ്പോൾ ഉണങ്ങിയ ഇലകളും ശില്ലകളും കത്തി. പ്രാകൃത മനുഷ്യന് തീയ് അത്ഭുത വസ്തുവായിരുന്നു. എന്നാൽ പിന്നീട് വിവിധ രീതികളിൽ ഉപയോഗപ്പെടുകയും മനുഷ്യന്റെ ജീവിത രീതി വളരെ മെച്ചപ്പെടുന്നതിന് സഹായിക്കുകയും ചെയ്തു. അങ്ങനെ തീയ് മനുഷ്യന്റെ ജീവിതത്തിൽ ശ്രദ്ധേയമായ വ്യത്യാസം വരുത്തി. നോക്കിക്കേ, റോമില ദാപ്പർ നവീന ശിലായുഗത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്നാണ് ഗോൾഡൻ ചൈൽഡ് വിശേഷിപ്പിക്കുന്നത്. നവീന ശിലായുഗത്തിൽ വൻ മാറ്റങ്ങളാണ് മനുഷ്യജീവിതത്തിൽ സംഭവിച്ചത്. നവീന ശിലായുഗ മനുഷ്യന്റെ ജീവിതം സംബന്ധിച്ച് റോമില ദാപ്പർ ഇപ്രകാരം നിരീക്ഷിക്കുന്നു. നവീന ശിലായുഗം അഥവാ
ഭക്ഷ്യ ഉൽപാദന ഘട്ടമായപ്പോഴേക്കും മനുഷ്യന്റെ ജീവിത രീതി ആകെ മാറിക്കഴിഞ്ഞിരുന്നു. അതുവരെ ജന്തുക്കളെ വേട്ടയാടിയും കാട്ടുചെടികൾ സംഭരിച്ചുമായിരുന്നു മനുഷ്യൻ ജീവിച്ചത്. പുതിയ ജീവിത രീതിയിൽ ജന്തുക്കളെ മെരുക്കി വളർത്താനും പുതിയ ജീവിത രീതിയായപ്പോൾ എങ്ങനെയാണ് ജന്തുക്കളെ മെരുക്കി വളർത്താനും കൃഷി ചെയ്യാനും മനുഷ്യൻ പഠിച്ചു. ചെടികളിൽ ഗോതമ്പും ബാർലിയുമാണ് ഏറ്റവും ആദ്യം കൃഷി ചെയ്യാൻ തുടങ്ങിയത്. കൃഷി ചെയ്യാൻ മനുഷ്യന് ഒരിടത്ത് സ്ഥിരമായി താമസിക്കണമെന്ന നില വന്നു. ഇതിന്റെ ഫലമായി ഗ്രാമങ്ങളും കർഷക സമൂഹങ്ങളും ഉയർന്നു വന്നു. ഭൂമി വെട്ടിക്കിളയ്ക്കാനും നിലം കൃഷിക്ക് തയ്യാറാക്കാനും മനുഷ്യന് പലതരം ആയുധങ്ങൾ ആവശ്യമായി. മിച്ചം വന്ന ധാന്യങ്ങളും ദ്രാവക പദാർത്ഥങ്ങളും സൂക്ഷിക്കാൻ പാത്രങ്ങൾ വേണ്ടിവന്നു. ഇത് മൺപാത്ര നിർമ്മാണത്തിലേക്ക് അവനെ നയിച്ചു. ആദ്യകാലത്ത് പാത്രങ്ങൾ കുട്ടകൾക്ക് പുറമെ മൺ പതിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അതായത് കുട്ടകൾക്ക് പുറമെ എങ്ങനെയാണ് മണ്ണ് തേക്കും. അങ്ങനെയാണ് പാത്രങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പിൽക്കാലത്ത് എങ്ങനെയാണ്? പിൽക്കാലത്ത് കുട്ടയില്ലാതെ തന്നെ പാത്രമുണ്ടാക്കി. നോക്കിക്കേ, നവീന ശിലായുഗത്തില് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. കണ്ടോ? എന്ത് വ്യത്യാസമാണുള്ളത്? കൂടുതൽ മൂർച്ചയുള്ളവയാണ്, മിനുസപ്പെടുത്തിയവയാണ്. ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? നവീന ശിലായുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നവീന ശിലായുഗത്തിലാകട്ടെ മനുഷ്യജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടായി. ഓക്കെ, നോക്കിക്കേ, നവീന ശിലായുഗത്തില് മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റം ചിത്രകാരന്റെ ഭാവനയെ കാണിച്ചേക്കുവാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്കുണ്ടായത്? നവീന ശിലായുഗ മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങി, വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു, സ്ഥിര താമസം ആരംഭിച്ചു, മൺപാത്രങ്ങൾ നിർമ്മിച്ചു, ചക്രങ്ങൾ ഉപയോഗിച്ചു, മൃഗങ്ങളെ ഇണക്കി വളർത്തി. ഇതൊക്കെയാണ് നവീന ശിലായുഗത്തിൽ അവർക്കുണ്ടായ മാറ്റങ്ങൾ. ഇവിടെ നോക്കിക്കേ, പ്രാചീന ശിലായുഗവും നവീന ശിലായുഗവും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചേക്കുവാണ്. പരുക്കൻ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു. പ്രാചീന ശിലായുഗത്തില് പരുക്കൻ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം ശേഖരിച്ചു, നാടോടികളായിരുന്നു. തീയുടെ ഉപയോഗം അറിയാമായിരുന്നു, ഗുഹകളിൽ താമസിച്ചു. നവീന ശിലായുഗത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? മൂർച്ചപ്പെടുത്തിയതും മിനുസപ്പെടുത്തിയതുമായ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചു. ആയുധങ്ങളുടെ എണ്ണവും ഗുണവും വർദ്ധിച്ചു. കൃഷി ആരംഭിച്ചു. മൃഗങ്ങളെ ഇണക്കി വളർത്തി. മൺപാത്രങ്ങൾ നിർമ്മിച്ചു. ചക്രങ്ങൾ ഉപയോഗിച്ചു. സ്ഥിരമായി ഒരിടത്ത് താമസിച്ചു. വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു. സമൂഹ ജീവിതം ആരംഭിച്ചു. വെങ്കലയുഗം. പിൽക്കാലത്ത് ശിലായുധങ്ങളോടൊപ്പം ചെമ്പ്, താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങി. കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിരുന്നു ചെമ്പ്. എങ്ങനെയാണ്? കല്ലിനെ അപേക്ഷിച്ച് എന്ത് മാറ്റമുള്ളത്? കൂടുതൽ മൂർച്ചപ്പെടുത്താൻ കഴിയും, രൂപമാറ്റം വരുത്താൻ കഴിയും. കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? താമ്രശിലായുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണം ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം. പിന്നീട് എങ്ങനെയാണ്? ഈയം കണ്ടെത്തിയിട്ട് ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് എന്ത് കണ്ടുപിടിച്ചു? വെങ്കലം, ഓട് എന്ന ലോഹസങ്കരം നിർമ്മിച്ചു. അതിനെന്താണ്? ചെമ്പിനേക്കാൾ കൂടുതൽ കടുപ്പമുള്ളതായിരുന്നു. അപ്പോൾ വെങ്കലം ചെമ്പിനേക്കാൾ കൂടുതൽ കടുപ്പമുള്ളതായിരുന്നു. വെങ്കലം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈയം കണ്ടെത്തി, ഈയവും ചെമ്പും ഉരുക്കി ചേർത്താണ് വെങ്കലം കണ്ടെത്തിയത്. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടം എങ്ങനെ അറിയപ്പെട്ടു? വെങ്കലയുഗം എന്ന് അറിയപ്പെട്ടു. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടം വെങ്കലയുഗം എന്ന് അറിയപ്പെട്ടു. നോക്കിക്കേ, പ്രാചീന കാലത്തെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ടാണ് കാണിച്ചേക്കുന്നത്. ആദ്യത്തേത് എന്താണ്? പ്രാചീന ശിലായുഗമാണ്. പ്രാചീന ശിലായുഗത്തിൽ അവർക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണ്? അവര് തീ കണ്ടുപിടിച്ചല്ലേ. പിന്നീട് നവീന ശിലായുഗമായപ്പോഴേക്കും അവരെ എന്താണ്? അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റമാണ് ഉണ്ടായത്. അവർ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങി, മൃഗങ്ങളെ വേട്ടയാടാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. പിന്നീട് താമ്രശിലായുഗത്തിൽ അവര് എന്തോ കണ്ടുപിടിക്കുകയാണ്? ചെമ്പ് കണ്ടുപിടിക്കുകയാണ്. പിന്നീട് അവര് എന്തോ കണ്ടുപിടിച്ചു? പിന്നീട് അവര് ഈയം കണ്ടുപിടിച്ചു. അങ്ങനെ ഈയവും ചെമ്പും കൂട്ടിച്ചേർത്തവര് വെങ്കലം കണ്ടുപിടിച്ചു. ആ ഒരു കാലഘട്ടം എങ്ങനെ അറിയപ്പെട്ടു? വെങ്കലയുഗം എന്ന് അറിയപ്പെട്ടു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗം അവരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കി? അവര് കൃഷി മെച്ചപ്പെടുത്തുകയും കാർഷിക ഉൽപാദനത്തിൽ വർധനവ് ഉണ്ടാക്കുകയും ചെയ്തു.
നദീതടങ്ങളിലെ ഫലഭൂഷ്ടമായ മണ്ണും നദികളിൽ നിന്നുള്ള ജലവുമാണ് ഇത്തരത്തിലുള്ള കാർഷിക മികവിന് കാരണമായത്. നോക്കിക്കേ, പ്രാചീന കാലത്തെ കൃഷി ചിത്രകാരന്റെ ഭാവനയിൽ കാണിച്ചേക്കൂടെ. കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കിക്കേ. അധികമായി ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചു. ഇവിടെ നോക്കിക്കേ, കൃഷിയോടൊപ്പം വികാസം പ്രാപിച്ച മറ്റു തൊഴിലുകളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എന്തൊക്കെയാണ്? കാലി വളർത്തൽ, മൺപാത്ര നിർമ്മാണം, ഇഷ്ടിക നിർമ്മാണം, ലോഹപ്പണി, ആഭരണ നിർമ്മാണം എന്നിവ അവര് ആരംഭിച്ചിരുന്നു. ഓക്കെ, അക്കാലത്ത് വികാസം പ്രാപിച്ച തൊഴിൽ മേഖലകളാണ് ഇഷ്ടിക നിർമ്മാണം, തുണിനെയ്ത്ത്. ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റു തൊഴിൽ മേഖലയിലുള്ളവരുടെ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായിരുന്നു. ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പരാശ്രയത്വം വളർത്തി. ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് കയറ്റി അയച്ചു. കരമാർഗവും കടൽമാർഗവും കച്ചവട ബന്ധങ്ങൾ വളർന്നു. അതിന്റെ ഭാഗമായി ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. ഇക്കാലത്ത് എഴുത്തുവിദ്യയും രൂപപ്പെട്ടിരുന്നു. ഇത്തരം സവിശേഷതകളോടെ വിവിധ നദീതടങ്ങളിൽ പ്രാചീന നഗരങ്ങൾ വികസിച്ചു വന്നു. ഇവയാണ് വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങൾ. ഓക്കെ, ഇവിടെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ചിത്രകാരന്റെ ഭാവനയിൽ വരച്ചേക്കുവാണ്. ഓക്കെ, നമ്മളിനി നോക്കാൻ പോകുന്നത് നദീതട സംസ്കാരങ്ങളാണ്. നോക്കിക്കേ, മെസപ്പൊട്ടോമിയൻ സംസ്കാരം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമെന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രദേശം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഇറാഖ്. ക്യൂണിഫോം ലിപി മെസപ്പൊട്ടോമിയയിലാണ് രൂപം കൊണ്ടത്. അപ്പോൾ മെസപ്പൊട്ടോമിയയിലെ ജനത ഉപയോഗിച്ചിരുന്നത് ക്യൂണിഫോം ലിപിയാണ്. ഈ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ. അപ്പോൾ ഇത്രയും പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് നോക്കിക്കേ. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമെന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ മെസോസ് എന്നാൽ മധ്യമെന്നും പൊട്ടാമസ് എന്നാൽ നദിയെന്നുമാണ് അർത്ഥമാക്കുന്നത്. ആർമേനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി പേർഷ്യൻ കടലിൽ ചേരുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശത്ത് ഉദയം കൊണ്ട സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. പേർഷ്യൻ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഫലഭൂയിഷ്ഠമായ തെക്കൻ മേഖല സുമർ പ്രദേശം എന്നറിയപ്പെടുന്നു. ജലസേചന സൗകര്യങ്ങളുടെ ഉപയോഗത്തോടെ കാർഷിക രംഗം പുരോഗമിക്കുകയും നഗരങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി ഇവർ കൈവരിച്ചിരുന്നു. ചന്ദ്രനെ അടിസ്ഥാനമാക്കി 30 ദിവസങ്ങളും 12 മാസങ്ങളുമുള്ള ഒരു കലണ്ടർ ഇവർ ഉപയോഗിച്ചിരുന്നു. ചന്ദ്രനെ അടിസ്ഥാനമാക്കി 30 ദിവസവും 12 മാസങ്ങളുമുള്ള ഒരു കലണ്ടർ ഇവർ ഉപയോഗിച്ചിരുന്നു. ആരാണ്? മെസപ്പൊട്ടോമിയൻ ജനത. ദശാംശ സമ്പ്രദായവും ഇവർക്ക് അറിയാമായിരുന്നു. നോക്കിക്കേ, ക്യൂണിഫോം ലിപി നമ്മൾ പറഞ്ഞായിരുന്നു. മെസപ്പൊട്ടോമിയൻ ജനത ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ക്യൂണിഫോം ലിപി. അതുപോലെ തന്നെ സിഗുറാത്തുകൾ എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയങ്ങളാണ്. വായിച്ചു നോക്കാം. പുരാതനമായ എഴുത്തുലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത്. ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണിത്. അതായത് വെഡ്ജ് ഷേപ്ഡ്. എഴുത്തുപ്രതലം കളിമൺപാളികളായിരുന്നു. ഇനി സിഗുറാത്തുകളെ കുറിച്ച് നോക്കിക്കേ. സിഗുറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിന്റെ പുറം ഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, അത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നോക്കിക്കേ, ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്തിലെ നൈലിന്റെ ദാനമെന്ന് വിശേഷിക്കപ്പെടുന്നു. ഇവരുടെ ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ് ഇവരുടെ ലിപി. ലോകപ്രസിദ്ധങ്ങളായ പിരമിഡുകൾ ഈ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ്. നമുക്കറിയാം, ഈജിപ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാവുന്നത് എന്താണ്? അവരുടെ പിരമിഡുകളെ കുറിച്ചാണ് അല്ലേ. നോക്കിക്കേ, ഹൈറോഗ്ലിഫിക്സ് ലിപിയെ കുറിച്ച്. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്തതാണ് ഈ ലിപി. ചിഹ്നരൂപങ്ങളും അക്ഷരരൂപവും കൂട്ടിച്ചേർത്തതാണ് ഈ ലിപി. തടിയും പാപ്പിറാസുമാണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. ഓക്കെ,
ഈജിപ്ഷ്യൻ സംസ്കാരം എക്സ്ട്രാ പോയിന്റ് ആണ്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ശാസ്ത്രം, കല, കരകൗശലം എന്നീ മേഖലകളിൽ ഈജിപ്ഷ്യൻ സംസ്കാരം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. ജലഘടികാരം, സൂര്യഘടികാരം എന്നിവ അവർ ഉപയോഗിച്ചിരുന്നു. 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു സൗരപഞ്ചാംഗവും അവർ ഉപയോഗിച്ചിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും മികച്ച സംഭാവന എന്ന് പറയുന്നത് എന്താണ്? വാസ്തുശില്പകലാ രംഗത്തായിരുന്നു. രാജാക്കന്മാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ വാസ്തുശില്പ രംഗത്തെ അത്ഭുതങ്ങളാണ്. കുഫു രാജാവ് ഗിസയിൽ നിർമ്മിച്ചതാണ് ഏറ്റവും വലിയ പിരമിഡ്. കുഫു രാജാവ് ഗിസയിൽ നിർമ്മിച്ചത് പ്രധാനപ്പെട്ട പോയിന്റാണ്. 13 ഏക്കർ വിസ്തീർണവും 500 അടി ഉയരവുമുണ്ട് ഈ പിരമിഡിന്. പ്രതിമാ നിർമ്മാണത്തിലും അവർ അസാമാന്യ വൈഭവം പ്രകടിപ്പിച്ചിരുന്നു. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്നിഫിക്സ് പ്രതിമ ഒരു വിസ്മയമാണ്. അതും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ പ്രതിമയ്ക്ക് 100 അടി നീളവും 70 അടി പൊക്കവുമുണ്ട്. പിരമിഡുകൾ ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറവോന്മാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഫറവോന്മാരെന്നാണ്. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ചൈനീസ് സംസ്കാരം. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. വെങ്കലയുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വിദഗ്ധരായിരുന്നു. ഇവിടെ കാണിച്ചിട്ടുണ്ട് ചൈനീസ് വെങ്കല പ്രതിമ. ചൈനീസ് സംസ്കാരം. കൃഷി, കരകൗശലം, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ പുരാതന ചൈനക്കാർ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. ലിനൻ, സിൽക്ക് തുണിത്തരങ്ങൾ നെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു അവർ. ചൈനീസ് ലിപി ചിത്രലിപിയായിരുന്നു. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓരോ ചിഹ്നവും ഓരോ ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സൂര്യചന്ദ്രന്മാരെ ആസ്പദമാക്കി ഒരു കലണ്ടറും അവർ തയ്യാറാക്കിയിരുന്നു. ഓരോ വർഷവും 365 ദിനങ്ങളായി കണക്കാക്കിയിരുന്നു. ചന്ദ്രഗ്രഹണത്തെ അവർ കൃത്യമായി പ്രവചിച്ചിരുന്നു. ഹരപ്പൻ സംസ്കാരം. സിന്ധു നദീതടത്തിലാണ് ഈ സംസ്കാരം രൂപപ്പെട്ടത്. അതിനാൽ ഇത് സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ആദ്യ കേന്ദ്രം ഇന്നത്തെ പാകിസ്ഥാനിലെ ഹരപ്പയിലായിരുന്നു. പുരാവസ്തു ഗവേഷകരായ ജോൺ മാർഷൽ, ദയാറാം സാഗ്നി, R.D. ബാനർജി, S.R. റാവു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ ഈ സംസ്കാരം സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കി. അടുത്ത കാലത്ത് കണ്ടെത്തിയ ഗുജറാത്തിലെ ഗിർസാര ഉൾപ്പെടെ 1000-ലധികം കേന്ദ്രങ്ങൾ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ, വിശാലമായ റോഡുകൾ, ധാന്യ സംഭരണശാലകൾ, അഴുക്കുചാലുകൾ തുടങ്ങിയവ ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. അവർക്ക് എഴുത്തുവിദ്യയും അറിയാമായിരുന്നു. ഹരപ്പൻ ലിപി ചിത്രലിപിയായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളും ചിഹ്നങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ലിപി വായിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഹരപ്പയിലെ ജനങ്ങൾക്ക് വിപുലമായ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഗുജറാത്തിലെ ലോഥൽ എന്ന കേന്ദ്രത്തിൽ നിന്നും തുറമുഖത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്, ഗുജറാത്തിലെ ലോഥൽ. മെസൊപ്പൊട്ടോമിയൻ ജനതയുമായി ഇവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്നതിന് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹരപ്പൻ സംസ്കാരം. സിന്ധു നദീതടത്തിലാണ് ഹരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഹരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു. അക്കാലത്തെ തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ എന്നിവ ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഹരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. മോഹൻജൊദാരോ, ഹരപ്പ, കാലിബംഗൻ, ലോഥൽ തുടങ്ങിയവ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു. നോക്കിക്കേ, മഹാസ്നാനഘട്ടം. ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിലൊന്നാണ് മഹാസ്നാനഘട്ടം. മോഹൻജൊദാരോയിലാണ് ഇത് നിലനിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ചെറിയൊരു ചാപ്റ്റർ ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.